ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ഒക്കെ ചോദ്യപേപ്പർ നന്നായിട്ട് റിവിഷനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഒന്നാമത്തെ ചോദ്യം മുതൽ ആറാമത്തെ വരെ കോളത്ത് ശരിയടയാളപ്പെടുത്താനാണ്. 1. ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണം. മനസ്സിലാക്കുക. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ആര്? മൂസ, സുലൈമാൻ, യൂസുഫ്. അപ്പോൾ ഇതിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമാണ്. 5 പേര് പറയുന്നുണ്ട് ഉലുൽ അസ്മുകളിൽ. മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്, അങ്ങനെ 5 പേര്. അപ്പോൾ ഇതുപോലെ പേരുകൾ മാറ്റിത്തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയൂല. 5 പേരിൽ ഏതെങ്കിലും ഒന്നൊക്കെയാണ് തരിക. അപ്പോൾ മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ വേറെ നബിയുടെ പേരാണ് തന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മദീനയിലേക്ക് ഡോക്ടറെ അയച്ച മിസ്രിലെ രാജാവ് ആരായിരുന്നു? മുക്കൗക്കിസ് രാജാവാണ് മിസ്രിലേക്ക് ഡോക്ടറെ അയച്ചത്. മനസ്സിലാക്കുക. അടുത്തത് ഇസ്രായേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനം ഏതാണെന്ന്? ഇസ്രാവും മിഅ്റാജിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനം ബുറാക്ക് എന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. മനസ്സിലാക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്നാണ്? മിഅ്റാജ് രാവിലാണ് അള്ളാഹുവിനെ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സാഅത്ത് ആഷിർ എന്നാണ്? ആഷിർ എന്ന് പറഞ്ഞാൽ 10. സ്വബാഹൻ രാവിലെ, സ്വബാഹൻ എന്ന് പറഞ്ഞാൽ രാവിലെ, മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. അപ്പോൾ അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ അസ്സാഅത്ത് ആഷിർ സ്വബാഹൻ എന്ന് പറഞ്ഞാൽ 10 മണി, രാവിലെ 10 മണി എന്നാണ്. അപ്പോൾ രാവിലെ 10 മണി, അതാണ് നമ്മൾ ശരിയടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ അസ്സാഅത്ത് ആഷിർ മസാഅൻ എന്നാണെങ്കിൽ വൈകുന്നേരം 10 മണി അങ്ങനെയാണ് വരിക. അപ്പോൾ മനസ്സിലാക്കുക. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ 4 മണി 5 മണിയൊക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ മസാ എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാവണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഉച്ചക്ക് 1 മണി, രാത്രി 10 മണി എന്നൊക്കെയാണ്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് മാച്ച് ചെയ്യാനാണ്. എന്താണ്? ഫത്താനത്ത്, അമ്പിയാക്കളുടെ വാജിബായ സിഫത്തുകൾ, അതാണ് ഇവിടെ വന്നത്. എന്താണ്? ഫത്താനത്ത് എന്ന് പറഞ്ഞാൽ സത്യസന്ധ. ഫത്താനത്ത് എന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധി. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. അപ്പം അതിൻ്റെ ഡി. ബലാദത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യം. ബുദ്ധിമാന്ദ്യം എ. സിദ്ക്ക് സത്യസന്ധത. അപ്പം അതിൻ്റെ ഇ എഴുതാം. വഹദാനിയത്ത് ഏകത്വം. അപ്പോൾ വാജിബായ സിഫത്തുകൾ, അമ്പിയാക്കളുടെ സിഫത്തുകളാണ് ഇവിടെ തന്നത്. അമ്പിയാക്കൾക്ക് 9 സിഫത്തുകളുണ്ട്. അതിലൂടെ വഹദാനിയത്ത് അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ മാച്ച് ചെയ്യാൻ വരാം. അപ്പം വാജിബായ സിഫത്തുകൾ, മുസ്തഹിലായ സിഫത്തുകൾ, ജായിസായ സിഫത്ത് എന്താണ് ഒക്കെ അമ്പിയാക്കളതും അല്ലാഹു തആലയുടേതും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പൂരിപ്പിക്കാനാണ്. മുർസലുകളുടെ എണ്ണം ഡാഷ് ആകുന്നു. മുർസലുകളുടെ എണ്ണം 313 ആണ്. അടുത്തത് ഹറാം കഴിച്ച് വളർന്ന ശരീരം ഡാഷിന് അർഹതപ്പെട്ടതാണ്. എന്തിന് അർഹതപ്പെട്ടതാണ്? നരകത്തിന് അർഹതപ്പെട്ടതാണ്. അടുത്തത് അമിതാഹാരം ഡാഷിന് ഹാനികരമാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്. 1-ാം അഖ്ബ ഉടമ്പടിയിൽ ഡാഷ് പേർ പങ്കെടുത്തു. എത്ര പേരായിരുന്നു? 1-ാം അഖ്ബ ഉടമ്പടിയിൽ 12 പേരാണ് പങ്കെടുത്തത്. 2-ാം അഖ്ബ ഉടമ്പടിയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം എത്ര വർഷമായിരുന്നു എന്നാ? 3 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിൽ നിന്ന് മടക്ക യാത്രയിൽ ഡാഷ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു സംഘം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. എവിടെയായിരുന്നു? നഹ്ല എന്ന സ്ഥലത്ത് വെച്ച് ഒരു സംഘം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. അടുത്ത ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മസ്ജിദാണ്. ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടിയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന അഹങ്കാരിയായ സമ്പന്നൻ ആരായിരുന്നു?
കാറൂനാണ് അഹങ്കാരിയായ സമ്പന്നൻ. അടുത്തത് പാപങ്ങൾ ചെയ്തു പോയാൽ പൊറുക്കാനുള്ള മാർഗം തൗബയാണ്. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം, മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത് ഫിലസ്തീന് എന്നൊക്കെ പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. അപ്പോൾ മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ലിമ ഹറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ. എന്താണ് അവിടെ വരുന്നത്? അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പുറത്തിറങ്ങിയത്? നമ്മളെ അവസാനത്തെ 20ാമത്തെ പാഠത്ത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അവര് വിശപ്പ് കൊണ്ടാണ് അവര് പുറത്തിറങ്ങിയത്. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. അടുത്തത് കം യൗമ ദാമ മത്തർ. എത്ര ദിവസം നിർത്താതെ മഴ പെയ്തു? എത്ര ദിവസമാണ്? ഉസ്ബുവൻ 7 ദിവസം നിർത്താതെ മഴ പെയ്തു. 16ാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട് യറൗ ശംസ ഉസ്ബുവൻ, 7 ദിവസം സൂര്യൻ ഉദിച്ചില്ല എന്ന്. അപ്പോൾ അവിടെ മഴ പെയ്തതാണ്. ഉസ്ബുവൻ മനസ്സിലാക്കി എഴുതുക. അടുത്തത് ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ട ദിക്റ്. ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഔരി ഹൗലിൻ മിന്നി വലാ ഖുവത എന്ന് ചൊല്ലണം. ആരാണ് സഹാബികൾ? ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. അടുത്തത് അല്ലാഹു തആലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. കാരണം എന്താണ്? അത് പിശാചിന്റെ സങ്കേതമാണ്, മനസ്സിലാക്കുക. നുബൂവത്തിന്റെ 10ാം വർഷം ആമുൽ ഉസ്നി എന്ന് പറയാൻ കാരണം എന്ത്? ആമുൽ ഉസ്നി ദുഃഖവർഷം, മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും വഫാത്തായത് നുബൂവത്തിന്റെ 10ാം വർഷമാണ്. ആ വർഷം ആമുൽ ഉസ്നി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ദുഃഖവർഷം, മനസ്സിലാക്കുക. അടുത്തത് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് എന്നാണ്. നുബൂവത്തിന്റെ 11ാം വർഷം റജബ് 27ാം രാവിലാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. നുബൂവത്തിന്റെ 11ാം വർഷം, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിനെ ആദരിച്ചതിന് ഉദാഹരണം എഴുതുക. എന്തായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നബി കുടുംബത്തെ ഇപ്രകാരം ആദരിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? മാതാ തുഫല്ലിലു ഫി ഇഷാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭക്ഷണം. രാത്രിയിൽ എന്താ കഴിച്ചത്? ഫിൽ മത്താം റെസ്റ്റോറൻറ്റ് എന്ന പാഠത്തിൽ അവർ രാത്രിയിൽ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കഴിക്കുന്ന ഭക്ഷണം പറയുന്നുണ്ട്. എന്താണ്? ഹുബ്സ് വല്ലഹ്മ് എന്ന് പറഞ്ഞാൽ റൊട്ടിയും മാംസവും. ഹുബ്സ് വസ്സമക്ക് റൊട്ടിയും മത്സ്യവും. അപ്പം അങ്ങനെ രാത്രിയിലെ ഭക്ഷണങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് എഴുതാം. അടുത്തത് ഉസ്താദ് മദ്രസയിലുണ്ട് എന്നതിൻ്റെ അറബി എഴുതണം. അരിബ് ഉസ്താദ് മദ്രസയിലുണ്ട് എന്നതിൻ്റെ അറബി എഴുതണം. എന്തെഴുതാം? നിങ്ങൾ അവസാനത്തെ പാഠത്തിൽ നമ്മൾ തദ്രിബാത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? അൽ ഉസ്താദു ഫിൽ മദ്രസത്തി, ഉസ്താദ് മദ്രസയിലുണ്ട് എന്ന്. അപ്പം അത് അങ്ങനെ എഴുതാം, മനസ്സിലാക്കുക. അടുത്ത 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ കഴിയാൻ വൈമനസ്, ജനങ്ങളെ പരിഹസിക്കല്, സത്യത്തെ തിരസ്കരിക്കല്, അസൂയപ്പെടല്, വ്യാജമഹത്വങ്ങളെ പ്രചരിപ്പിക്കല്, പെട്ടെന്ന് ദേഷ്യപ്പെടല് മുതലായവ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത സഹാബികളുടെ മഹത്വത്തെ കുറിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു.
സഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിന് നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് ആരാണ്? ചോദ്യം വരാറുണ്ട്. ആരാണ്? സഹാബികളാണ്. സഹാബികളെ ആദരിക്കലും ബഹുമാനിക്കലും കടമയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്, അള്ളാഹു ആണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സ്വതക്ക ചെയ്ത സ്ഥാനത്ത് എത്തുകയില്ല. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുലഫാഉർ റാഷിദുകളാണ്. പിന്നെ അശ്റത്തുൽ മുബശ്ശറയിൽ ബാക്കിയുള്ളവർ, ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ, ബൈഅത്തുർ റിളായിൽ പങ്കെടുത്തവർ എന്നിങ്ങനെയാണ് അവരുടെ ശ്രേഷ്ഠതാക്രമം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പാഠം നന്നായി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ അതൊരു നിങ്ങൾ പാഠഭാഗം പഠിച്ചോ എന്ന് അറിയാനുള്ള റിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.